ഈ അവധിക്കാലം കണ്ണൂർ ഫെസ്റ്റിന് പോകാൻ വേണ്ടി നമ്മൾ 3 പേരും വിചാരിച്ചേ. അച്ഛന് പൈസയില്ല പെട്രോളിക്ക്. 1 രൂപയാ? 1 രൂപക്ക് പെട്രോൾ കിട്ടുമോ? അങ്ങനെ മാളു റെഡിയാകാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തു നിന്നു. നമ്മളങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ സെൻട്രൽ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്. നമ്മളെവിടെയാ പോകുന്നത്? കണ്ണൂർ സ്റ്റേഷനാ? നമ്മൾ കണ്ണൂർ ഫെസ്റ്റ് കാണാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പം പുറപ്പെടും. അമലു ഇതെന്നടാ ഞാൻ നമ്മൾ കൊണ്ടാക്കുന്ന നീ ഡ്രൈവ് ചെയ്ത് ഞാൻ സൈഡിലേക്കാ. കാലെത്തുവോ മാളു? നമ്മളെ പുതിയ ഡ്രൈവർ വന്നേ. ഞാനല്ല ഓടിക്കുന്നത്. ഇതാ തുടങ്ങി. മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത്. വലിയ സ്കൂളാണ് ഇത്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയമാണ് നമ്മളിപ്പോഴീ കാണുന്നത്. ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തോട്ട് തിരിയുന്ന ഈ കാർ നല്ലൊരു സിവിക് സെൻസിലൊരു കാറാണ്. ഇങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ലേ. മൈസൂർ പാലസൊക്കെ പോലുള്ള കൊട്ടാര സദൃശ്യമായൊരു കെട്ടിടമാണ് ഈ കണ്ണൂർ ഫെസ്റ്റിൻ്റെ 2 ഭാഗം. ആൾക്കാർ കുറവായിരുന്നു. ഇതിൻ്റെ മുന്നിൽ നല്ലൊരു അവതാറിൻ്റെ ശില്പമുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതിന് മുന്നിൽ വെച്ച് മാളും മോനൊക്കെ നല്ലൊരു ഫോട്ടോ എടുത്തു. നമ്മളങ്ങനെ അതിലേക്ക് കടക്കുകയാണ്. ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളവിടെ കാണാൻ പോയത്. എന്റെ ഫേവറേറ്റ് ഒരു കാര്യമാണ് ഡൈനോസർ. നമുക്കത് കാണാൻ പോലാ. നിരവധി ദിനോസറുകളുടെ ചലിക്കുന്ന രൂപങ്ങളാണ് മനോഹരമാക്കി ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുക. നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആനയുടെ അടുത്ത് പോലെ എന്താണ് അവന് അതെന്താ? നമ്മള് ഡൽഹിയിലെത്തിയ. ഞാൻ ഡൽഹിയിലെത്തിയെന്ന് പറയാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് താജ്മഹൽ ഒന്ന് കാണാൻ. ഇതുവരെ നമ്മുടെ യാത്രയിലൊന്നും സാധിച്ചില്ല. പക്ഷേ കണ്ണൂർ ഫെസ്റ്റിൽ അതിൻ്റെ ഒരു ചെറിയൊരു മാതൃക കണ്ടപ്പോൾ നമ്മളതിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച പോലെ നമുക്ക് തോന്നും. നമ്മളതിന് ചുറ്റുമൊന്നൊക്കെ നടന്നു. മാളു ഇതുപോലത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടല്ലേ നമ്മളെ പ്രോഗ്രാമിനോടൊക്കെ? മാളു ഇതുപോലത്തെ ഒരു താജ്മഹൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അമലു ഇതെന്താ അറിയോ? എന്താ മനോഹരമായൊരു പാരീസ് ടവറിൻ്റെ മാതൃകയും നമ്മളവിടെ കണ്ടു. സന്തോഷായ? പിന്നീട് നമ്മൾ സഞ്ചരിച്ച ഒരു വിചിത്രമായ കാഴ്ചയിലേക്കാണ്. നമ്മുടെ അവതാർ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവതാർ സിനിമയിലെ ഒരുപാട് കഥാപാത്രങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അറ്റ്മോസ്ഫിയറും ചെടികളും
അവിടുത്തെ വിചിത്രമായ സസ്യങ്ങളൊക്കെ ഒരു ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. എത്ര ഭംഗിയാണെന്ന് കാണുന്നത് അറിയോ? ശരിക്കും ഇത് രാത്രിയാണ് വരേണ്ടത്. രാത്രിയാകുമ്പോൾ ഇതിൻ്റെ ലൈറ്റിങ്ങുകളൊക്കെ വളരെ മനോഹരമായിരിക്കും. എന്നാലും ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ കാഴ്ചക്കാർക്ക് അത് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവരെ ഒരുക്കിയിട്ടുണ്ട്. ഒരു അച്ഛൻ മോനെ എടുത്തിട്ടുള്ള ഒരു പ്രതിമ കണ്ടു. അപ്പം ഞാനും മോനും അതുപോലെ തന്നെ ആണെന്നാണ് അമലു പറയുന്നത്. അങ്ങനെ ഒരുപാട് സസ്യങ്ങളും മരങ്ങളൊക്കെയുള്ള ഒരു വിചിത്രമായ അന്തരീക്ഷം. അവതാറിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അത് തന്നെ വളരെ മനോഹരമായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് രസമല്ലേ കാണാൻ. പിന്നീട് അവിടെയുള്ള കച്ചവട കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. സാധാരണ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് കച്ചവട സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. നല്ലൊരു മുട്ടായികളുടെ അതുപോലെ തന്നെ സ്റ്റാളുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഒരു പാക്കറ്റ് കടല വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. ഇത് നമ്മളെ മറ്റേ ചട്ടിയല്ലേ? അസുഖണ്ടോ? പിന്നീട് ഒരു പക്ഷികളുടെ സങ്കേതം എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്തു. അത് കാണാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. നിരവധി പക്ഷികളുണ്ട്. പക്ഷെ അതെല്ലാം ഒരു ചെറിയ ചെറിയ കൂട്ടിലാണ് ഇട്ടിട്ടുള്ളത്. അത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നി. കാരണം എല്ലാത്തിനും ഒരു കൺജസ്റ്റഡായ ഒരു അനുഭവമായിരുന്നു. പക്ഷെ എന്നാലും നിരവധി പക്ഷികൾ നമുക്ക് കാണാൻ പറ്റാത്ത പക്ഷികളൊക്കെ ഈ ഒരു സ്റ്റാളിലുണ്ടായിരുന്നു. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് വില. പക്ഷെ എല്ലാം കൂട്ടിലിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു സങ്കടം. പെറ്റ് സ്റ്റേഷനിൽ പോയ സമയത്ത് നമ്മളെ കുത്തിയ പക്ഷികളാണ് ഇത്. നോക്കിയാ ഇതത് ചുടുകളല്ലേ ശരിക്കല്ലേ? വെക്കണ അന്നത്തെ പോലെ ബോട്ട്സില. ഈ 2 എലികൾ നോക്കി. ഒരു മക്കാവ് പക്ഷി നമ്മളെ മാളുവിനെ നോക്കി തുറിച്ച് നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഭക്ഷണ സ്റ്റാളിലേക്ക് നമ്മൾ പോയത്. വൈകുന്നേരത്തെ ചായ നമുക്ക് മസ്റ്റായതുകൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടുന്ന് 2 പഴംപൊരിയും കൂടി നമ്മൾ വാങ്ങിച്ചു. ആളും അങ്ങനെ ചായയുമായി തിരിക്കുകയാണ്. അമല് എന്താ തിന്നു? രസമുണ്ടോ? നല്ല എണ്ണയുണ്ടായില്ലേ? ഗോലിനെ കണ്ടില്ല? നമ്മളവിടെ നിന്ന് ചായ കുടിച്ചു വീണ്ടും പുറത്തേക്ക് വന്നു. ഇനി കുറച്ച് റൈഡൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൈഡിങ്ങിൽ ആ ഒരു ഡ്രാഗൺ ട്രെയിനായിരുന്നു ആദ്യം നമ്മൾ കൺവിൻസ് ചെയ്തത്. നമ്മൾ ടിക്കറ്റ് എടുത്തു. ഞാനും പുറത്ത് നിന്നു മാളും മോനും കൂടിയിട്ടാണ് അതിൽ കയറിയത്.
ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ ട്രെയിൻ കുറച്ച് അധികം അവർ ഓടിച്ചിരുന്നു തോന്നുന്നു. അങ്ങനെ ട്രെയിൻ പുറപ്പെട്ടു. അമ്മയും മോനും നല്ല ഹാപ്പി ആയിരുന്നു ഈ ഒരു റെയിൽ കയറി ഇരുന്നിട്ട്. കുറേ റൈഡുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു ആൾക്കാരില്ലാത്തതുകൊണ്ട് വർക്കിങ്ങിലായിരുന്നില്ല. നമ്മൾ പറഞ്ഞില്ലേ ഇതൊരു, അതായത് ശനി ഞായറും അല്ല പോയത്, വർക്കിംഗ് ഡേ തന്നെയായിരുന്നു. നമ്മളവിടെ നിന്ന് പുറത്തേക്ക് നീങ്ങി. ഒരുപാട് റൈഡുകളുണ്ട്, പക്ഷെ ആൾക്കാർ കുറവായതുകൊണ്ട് അതിൻ്റെ ഒരു, പിന്നെ വൈകുന്നേരം രാത്രിയൊന്നും അല്ലാത്തത് കൊണ്ട് റൈഡിങ് ഒക്കെ ഒരു സ്ലോ ആയിരുന്നു. പൊതുവെ എന്തൊരു ഐറ്റംസ് കുറവ് പോലെ അല്ലേ? പണ്ട് കണ്ണൂർ ഫെസ്റ്റിന് ആവാത്തിയായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ എന്താ അറിയില്ല. ആ കുഴപ്പമില്ല, 50-50. എന്തായാലും പണ്ട് തൊട്ടേ കണ്ണൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞത് നമുക്ക് അത്രയും ഇഷ്ടമാണ്. എന്തായാലും നമ്മൾ കാണാൻ വരാറുണ്ട്. പ്രദർശന ചരിത്രത്തിൽ ആകർഷണീയതയുടെ പുത്തനൊരധ്യായം എഴുതി ചേർക്കുന്നു. അപ്പോൾ കണ്ണൂർ ഫെസ്റ്റിൻ്റെ ചെറിയ വിശേഷം അവസാനിച്ചുകൊണ്ട് എല്ലാവരോടും ഹായ് പറയുന്നു.